ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇവിടെ കോട്ടയത്ത് വൈകുന്നേരം നല്ല ഇടിയും മഴയൊക്കെയാണ്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് ഞാൻ മീൻ വാങ്ങിക്കാൻ കടയ്ക്ക് പോയപ്പോൾ കുറച്ച് കക്ക കൂടി വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഈ വെതറിന് നല്ല കക്കിറച്ചി വളർത്തിയതും ഒരു കട്ടൻ കാപ്പി കൂടി പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് 1/2 കിലോ കക്കയാണ് വാങ്ങിച്ചത്. അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുടംപുളി 5-6 പീസായിട്ട് മുറിച്ചിട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചു. അത് വേവണ്ട, ഒന്ന് തിള വന്നാൽ മതി. തിള വന്നപ്പോൾ ഞാനത് ഊറ്റിയെടുത്തു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണത് ഇതിൻ്റെ ഉളുമ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു കുടംപുളി പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മുഴുവൻ ഞാനങ്ങോട്ട് എടുത്ത്, നമുക്ക് ഒലത്തുമ്പോൾ ഇത് കുടംപുളി ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ഞാനങ്ങോട്ട് മാറ്റിയെടുത്തതിന് ശേഷം നല്ല അടി തട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുത്തു. നമുക്കിതിൽ കുറച്ച് എണ്ണ ആവശ്യമുണ്ട് ഇത് ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൾ ഇട്ടു. അപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇടാം. അപ്പോൾ തേങ്ങാക്കൊത്ത് മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അത് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അപ്പോൾ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനതിലേക്ക് 2 സവാള, ചെറിയ സവാളകൾ നീളത്തിൽ മുറിച്ചതൊന്ന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും നമുക്ക് വഴറ്റിയെടുക്കണം. ഞാൻ നല്ലവണ്ണം അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതൊന്ന് മയങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് നല്ലവണ്ണം മയങ്ങി പെട്ടെന്ന് വഴണ്ടി വരാൻ പറ്റും. അപ്പോൾ ഞാനത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം തീയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് പകുതി വഴണ്ടപ്പോൾ ഞാൻ 2 പച്ചമുളക് അങ്ങോട്ട് കീറിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വീണ്ടും അത് അടച്ചു വെച്ചു, മീഡിയം തീയിലാണേ. എന്നിട്ട് ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ കറിവേപ്പില പൊട്ടിക്കാൻ പോയി. ഞാൻ കറി പകുതി എത്തുമ്പോഴാണ് കറിവേപ്പില ഇല്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ ഞാൻ ഇടിയും മഴയൊന്നും വക വയ്ക്കാണ്ട് ഞാൻ പോയി കറിവേപ്പില എല്ലാം പൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഇതെന്നും എനിക്കുള്ളതാണ്, കറി പകുതി എത്തിയാലും എനിക്ക് ഓർമ്മ വരിക. എന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് വഴണ്ട സവാളയിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് നല്ലവണ്ണം ഇളക്കുവാണ്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പൈസിനനുസരിച്ചിട്ട് നല്ല എരിവുള്ള മറ്റേ മുളക് പൊടി മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്പൈസ് അധികം പറ്റില്ല, അതുകൊണ്ട് ഞാൻ കാശ്മീരി മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ഗരം മസാലയും ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് പൊടിച്ചു വെച്ച പെരിഞ്ജീരകപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം പോയപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കക്ക ഇറച്ചിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കുവാണ്. അപ്പോൾ മസാലയെല്ലാം എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതിപ്പോൾ എല്ലാം ഇളക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടുകയാണ്. ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലവണ്ണം ഉപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ അത് വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മീഡിയം ഹീറ്റിൽ ഒരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് കണ്ടോ, കക്കയെല്ലാം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സൈഡിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാം. ഇനി നമ്മൾ അടച്ചു വെക്കേണ്ടതിന് നമ്മൾ തുറന്ന് വെച്ച് ഉലത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പതിച്ച് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വീണ്ടും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ഇളക്കുവാണ്. അത് ഇളക്കി എടുക്കണം നമ്മൾ. എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ അത് 90% അതിന് മേലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പർ പൊടി ഇട്ടിട്ട് നമ്മളതിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് പെപ്പർ ഇട്ടിട്ട് പിന്നെ അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ ഈ കക്ക ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കക്ക ഉലത്ത് റെഡി ആയിട്ടുണ്ട്. ഞാനതിന്ന് എൻ്റെ എൻ്റെ ഡിന്നർ ഇപ്പോൾ അതാണ്, കക്ക ഇറച്ചി ഉലത്തിയതും കാപ്പിയും. ഈ വെതറിന് വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ അതും കണ്ട് നെറ്റ്ഫ്ലിക്സിലൊരു സീരീസും കണ്ടിരിക്കുകയാണ്. തങ്കം എന്തൊക്കെയോ കരാട്ടയും ഗുസ്തിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്